നമസ്കാരം. ഇന്ത്യയിൽ ആദ്യമായി സെൽ കൾച്ചറിലൂടെ ലബോറട്ടറിയിൽ മത്സ്യമാംസം വളർത്തിയെടുക്കുന്നതിനുള്ള ഗവേഷണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള CMFRI. ഉയർന്ന വിപണി മൂല്യമുള്ള കടൽ മത്സ്യങ്ങളായിട്ടുള്ള നെയ്മീൻ, ആവോലി തുടങ്ങിയ മീനുകളിലാണ് ആദ്യഘട്ടത്തിൽ ഗവേഷണം നടത്തുന്നത്. മീനുകളിൽ നിന്നും പ്രത്യേക കോശങ്ങൾ വേർതിരിച്ചെടുത്ത ലബോറട്ടറി അന്തരീക്ഷത്തിൽ വളർത്തിയെടുക്കുന്നതാണ് കോശ അധിഷ്ഠിത വളർത്തു മത്സ്യമാംസം. മീനുകളുടെ തനത് രുചിയും പോഷക ഗുണങ്ങളും ഇങ്ങനെ വളർത്തിയെടുക്കുന്ന മാംസത്തിനും ഉണ്ടാകും. സമുദ്രഭക്ഷി വിഭവങ്ങൾക്കുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യകത നിറവേറ്റാനും കടൽ മത്സ്യ സമ്പത്തിന്റെ അമിത ചൂഷണം ഒഴിവാക്കാനും ഈ പദ്ധതി സഹായിക്കുമെന്നാണ് പറയുന്നത്. ഈ മേഖലയിൽ പൊതു സ്വകാര്യ പങ്കാളിത്ത രീതിയിലുള്ള ഗവേഷണ സഹകരണത്തിനായി ഡൽഹി ആസ്ഥാനമായിട്ടുള്ള നീറ്റ് മീറ്റ് ബയോടെക് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയുമായി CMFRI ധാരണയിലുമായിട്ടുണ്ട്. കടൽ മീനുകളുടെ കോശ വികസന ഗവേഷണത്തിന് CMFRI നേതൃത്വം നൽകും. സെല്ലുലാർ ബയോളജി ഗവേഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന CMFRIയിലെ സെൽ കൾച്ചർ ലബോറട്ടറിയിലാണ് പരീക്ഷണം നടത്തുക. കൂടാതെ ജൈവരാസ വിശകലന പഠനങ്ങളും CMFRI നടത്തും. കോശ വളർച്ച അനുകൂലമാക്കുന്നതടക്കമുള്ള മറ്റു പ്രവർത്തനങ്ങളും ബയോ റിയാക്ടറുകളിലൂടെ ഉൽപാദനം കൂട്ടുന്നതും നീറ്റ് മീറ്റ് ബയോടെക് നേതൃത്വം നൽകും. മറ്റ് ലോകരാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയെ ഈ രംഗത്ത് മുൻനിരയിൽ എത്തിക്കുന്നതിനുള്ള ഗവേഷണ പുരോഗതിയാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് CMFRIയുടെ ഡയറക്ടർ ഡോക്ടർ A. ഗോപാലകൃഷ്ണൻ പറയുന്നത്. കോശ അധിഷ്ഠിത മത്സ്യമാംസ മേഖലയിൽ സിംഗപ്പൂർ, ഇസ്രയേൽ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ ഗവേഷണ പുരോഗതിക്കൊപ്പം എത്താൻ ഈ പൊതു സ്വകാര്യ ഗവേഷണ പങ്കാളിത്തം ഇന്ത്യയെ സഹായിക്കുമെന്നാണ് കരുതുന്നത്. ഭക്ഷ്യ പോഷക സുരക്ഷ കൈവരിക്കാൻ മാത്രമല്ല, സമുദ്ര പരിസ്ഥിതി മെച്ചപ്പെട്ട രീതിയിൽ സംരക്ഷിക്കുന്നതിനും ഈ പദ്ധതി ഗുണം ചെയ്യും. ആവശ്യകതയ്ക്കനുസരിച്ച് സുസ്ഥിരവും സുരക്ഷിതവുമായിട്ടുള്ള സീ ഫുഡ് ഉൽപാദനത്തിന് പുതിയ നീക്കം വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അടുത്തിടെ ഇന്ത്യൻ കടൽ സമ്പത്തിൽ 2 നെയ്മീനുകൾ കൂടി CMFRI കണ്ടെത്തിയിരുന്നു. അറേബ്യൻ സ്പാരോ നെയ്മീൻ, റസൽസ് പുള്ളി നെയ്മീൻ എന്നിവയാണ് കണ്ടെത്തിയത്. റസൽസ് പുള്ളി നെയ്മീനാണ് ഇന്ത്യൻ തീരങ്ങളിൽ കാണപ്പെടുന്ന പുള്ളി നെയ്മീന് സമാനമായത്. ഇതോടെ ഇന്ത്യൻ കടലുകളിൽ നെയ്മീനുകളുടെ എണ്ണം നിലവിലെ 4ൽ നിന്നും 6ആയി ഉയർന്നിട്ടുണ്ട്. ഏറെ ആവശ്യക്കാരുള്ളതും ഉയർന്ന വിപണി മൂല്യവുമുള്ളതാണ് നെയ്മീൻ. മുമ്പ് ഒരൊറ്റ ഇനമായി കണക്കാക്കപ്പെട്ടിരുന്ന പുള്ളി നെയ്മീൻ യഥാർത്ഥത്തിൽ 3 വ്യത്യസ്ത ഇനം മീനുകളാണ് എന്നാണ് CMFRIയുടെ പഠനത്തിൽ വ്യക്തമാക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനി നിറം.